ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ യേശു കർത്താവിൻ്റെ മാധുര്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. 65 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നാം തിരഞ്ഞെടുക്കുകയാണ്. ദൈവമേ, സിയോനിൽ സ്തുതി അങ്ങയ്ക്ക് യോഗ്യം, അങ്ങയ്ക്കു തന്നെ ഞങ്ങൾ നേർച്ച കഴിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, സകല ജഡവും അങ്ങയുടെ അടുക്കിലേക്ക് വരികയാണ്. ഒന്നാമത്തെ ചിന്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുക. രണ്ടാമത്തെ ചിന്ത ദൈവസന്നിധിയിൽ നേർച്ച കഴിക്കുക. മൂന്നാമത്തെ ചിന്ത ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതിൽ രണ്ടാമത്തെ ചിന്തയായ അങ്ങയ്ക്കു തന്നെ ഞാൻ എൻ്റെ നേർച്ച കഴിക്കുന്നു എന്ന ചിന്തയിൽ നിന്നും തുടർന്ന് ദൈവവചനം സംസാരിപ്പാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. പ്രാർത്ഥനയോടെ എന്നോട് കൂടെ സഞ്ചരിച്ചാട്ടെ. 65 സങ്കീർത്തനം 2-ാമത്തെ വാക്യം, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം മാത്രമല്ല, ആരാധന സ്വീകരിക്കുന്ന ദൈവം മാത്രമല്ല, നമ്മുടെ നേർച്ചകളെ കൈക്കൊള്ളുന്ന ഒരു ദൈവമുണ്ട്. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്തു പകരം കൊടുക്കും? രക്ഷയുടെ പാനപാത്രം എടുത്ത് സകല ജനം കാണുകെ ഞാൻ എൻ്റെ നേർച്ചകളെ കഴിക്കും. അത്യുന്നതന് നേർച്ചകളെ കഴിക്കുക എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സഭാപ്രസംഗയുടെ പുസ്തകം 5-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന് നേർച്ച നേർന്നാൽ കഴിക്കാൻ താമസിക്കരുത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേർച്ച എന്ന വാക്കിന്റെ യഥാർത്ഥ ആത്മീയ അർത്ഥം ഉടമ്പടി എന്നാണ്. ദൈവത്തോട് നേർച്ച നേരുന്ന, ദൈവത്തോട് ഉടമ്പടി എടുക്കുന്ന, ദൈവത്തോട് ഉഭയസമ്മതം ചെയ്യുന്ന, ദൈവത്തോടൊരു തീരുമാനത്തിൽ എത്തിച്ചേരുന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ആരൊക്കെ നേർച്ച നേർന്നിട്ടുണ്ടോ, ആരൊക്കെ ഉടമ്പടി ചെയ്തിട്ടുണ്ടോ, അവർക്കെല്ലാം ദൈവം ഉത്തരം നൽകിയിട്ടുണ്ട് എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ കർത്തൃദാസിയായ ഹന്നയുടെ നേർച്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹന്ന ദൈവത്തോട് നേർന്ന് പറഞ്ഞത് എന്തെന്നാൽ, ദൈവമേ, അവിടുന്ന് എൻ്റെ സങ്കടം നോക്കി എനിക്കൊരു പുരുഷ പ്രജയം നൽകി തരുമെങ്കിൽ ആ കുഞ്ഞിനെ അങ്ങയ്ക്ക്, അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നതായിരിക്കും. ഹന്ന ദൈവസന്നിധിയിൽ നേരുകയാണ്. എന്താണ് ഇസ്രായേലിലെ അന്നത്തെ കാലം? തൻ്റെ വീട്ടിൽ ഒരു കുഞ്ഞില്ല എന്നുള്ളതല്ല തന്നെ നൊമ്പരപ്പെടുത്തിയത്. ഇസ്രയേലിലെ അന്നത്തെ ആത്മിക അധപ്പതനമാണ് അങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് ഹന്നയെ പ്രേരിപ്പിച്ചത്. ഇസ്രയേലിൽ അക്കാലത്തെ രാജാവില്ലായിരുന്നു. ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടക്കുന്നൊരു കാലയളവ്, വിളക്ക് കെട്ടുപോകുന്നൊരു കാലയളവ്, ദർശനമേറെയില്ലാതിരുന്നൊരു കാലം, വചനം ദുർലഭമായിരുന്ന ഒരു കാലം, അന്നത്തെ ദൈവദാസന്റെ കണ്ണ് മങ്ങിപ്പോയ ഒരു കാലം, മക്കളെ അനുസരണയ്ക്ക് വളർത്തുവാൻ കഴിയാഞ്ഞ ഒരു ദൈവദാസന്റെ കാലം, ഇസ്രയേലിലെ മഹത്വം പോയി അഥവാ പെട്ടകം പിടിക്കപ്പെട്ട ഒരു കാലം, ദൈവദാസൻ പുറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞ് മരിച്ചു പോകുന്ന, ദൈവദാസന്റെ 2 മക്കളും കൊല്ലപ്പെടുന്ന ഒരു കാലം, ദൈവദാസന്റെ മക്കൾ പാപം ചെയ്യുന്ന ഒരു കാലം, ഈ ആരാധന കഴിയുന്നതിന് മുമ്പ്, യാഗം പൂർത്തിയാകുന്നതിന് മുമ്പ് മുപ്പല്ലി കൊണ്ട് മേധസ് കുത്തിയെടുത്തു കൊണ്ടുപോയി അവൻ കഴിച്ചുകൊണ്ടിരുന്ന ഒരു കാലം. എത്രയോ അധപ്പതിച്ച ഒരു കാലമായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഹന്ന ആത്മഭാരത്തോടെ ദൈവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, എനിക്ക് കുഞ്ഞുങ്ങളില്ല, അതുകൊണ്ട് നീ തരുന്നത് ആണോ പെണ്ണോ എന്തുമാകട്ടെ എന്നല്ല, ഇസ്രയേലിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിക്കണമെങ്കിൽ ഒരു ആൺകുഞ്ഞിനെ തന്നെ നീ എനിക്ക് തരണം. കാരണം ഇസ്രയേലിലെ പുരോഹിതന്മാരിൽ അവൻ സ്ത്രീകളില്ല. യേശുക്രിസ്തു തെരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരിൽ സ്ത്രീകളില്ല. എന്തായിരിക്കാം കാരണം? 365 ദിവസവും 12 മാസവും ആമേൻ ധൈര്യത്തോടെ കൃപാസനത്തിൽ കയറി നിൽപ്പാൻ ഒരു പ്രാഗൽഭ്യം അവരുടെ ശരീരത്തിന് ദൈവം ആമേൻ വെച്ചിട്ടില്ല എന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ സ്ത്രീകളെ ഇങ്ങനെയുള്ള പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം തെരഞ്ഞെടുക്കാത്തത്. അതെന്തുമാവട്ടെ, ഹന്ന നേർച്ച നേരുകയാണ്, അഥവാ ഹന്ന ഒരു ഉടമ്പടി ചെയ്യുകയാണ്. ആമേൻ. ഒരു കുഞ്ഞിന് വേണ്ടി ചോദിച്ച ഹന്നയ്ക്ക് 2-ാം അധ്യായം 21-ാം വാക്യത്തിൽ 3 ആൺകുട്ടികളെയും 2 പെൺകുട്ടികളെയും ഉൾപ്പെടെ 5 കുഞ്ഞുങ്ങളെ ദൈവം നൽകിയതായി കാണുന്നുണ്ട്. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി തരുന്നൊരു ദൈവമുണ്ട്. നേർച്ചകളുടെ പുത്രനെ എന്ന് ലെമുവേൽ രാജാവിനെ അവൻ്റെ അമ്മ വിളിക്കുന്നത് പോലെ ശമൂവേൽ ആമേൻ ഒരു പ്രാർത്ഥനയുടെ മറുപടിയാണ്. ശിംശോൻ ഒരു വാഗ്ദത്ത സന്തതിയാണെങ്കിൽ ശമൂവേൽ അങ്ങനെയല്ല, അവൻ ഒരു പ്രാർത്ഥനയുടെ മറുപടിയാണ്. അവൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവസന്നിധിയിൽ ഒരു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കൂ, ഒരു നേർച്ച നേർന്ന് പ്രാർത്ഥിക്കൂ. ഒരു കോഴിയെ കൊടുത്തേക്കാം, തിരികത്തിച്ചേക്കാം, ഇടി വെട്ടിക്കുന്ന ദൈവത്തിന് മുമ്പിൽ വെടിവഴിപാട് നടത്തിയേക്കാം, അല്ലെങ്കിൽ ഇത്ര രൂപ ദൈവദാസന് കൊടുത്തേക്കാം. അതൊക്കെ നല്ല കാര്യമാണ്.
ആമേൻ പൈസ ദൈവാലയത്തിൽ കൊടുക്കുന്നതും 10 ബൈബിൾ മേടിച്ചു കൊടുക്കുന്നതും പാവപ്പെട്ടവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കുന്നതും ആമേൻ ഒരു പെൺകുട്ടിയെ കല്യാണം നടത്തി കൊടുക്കുന്നതും ഒക്കെ നല്ല കാര്യം തന്നെയാണ്. ആമേൻ സ്തോത്രം. ചാരിറ്റബിൾ ചെയ്യുന്നതിന്, ആമേൻ സ്തോത്രം, ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിന്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനൊന്നും ഞാൻ എതിരല്ല. പക്ഷേ ദൈവവുമായിട്ടുള്ള ഉടമ്പടി, ദൈവവുമായിട്ടുള്ള സമർപ്പണം, ആമേൻ അതാണ്, അതിന്മേലാണ് ദൈവം ചെയ്യുന്നത്. ആമേൻ സ്തോത്രം. നമ്മുടെ മുഖം നോക്കി പ്രവർത്തിക്കുന്ന ദൈവമല്ല, നമ്മുടെ അകം നോക്കി പ്രവർത്തിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ അത്ഭുതം ചെയ്യുമാറാകട്ടെ. തുടർന്ന് ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ യാക്കോബിന്റെ നേർച്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യാക്കോബ് എന്താണ് നേരുന്നത്? ദൈവമേ, അപ്പന്റെ ഭവനം വിട്ട് ഞാൻ പേടിച്ച് ഓടിപ്പോരുകയാണ്, അമ്മാച്ചന്റെ ഭവനത്തിലേക്ക് ഞാൻ പോകുകയാണ്. ആമേൻ. ഇപ്പോൾ സൂര്യൻ അസ്തമിക്കുന്നു, എനിക്കിവിടെ കിടന്നുറങ്ങാൻ വളരെ ഭയമുണ്ട്. അതുകൊണ്ട് ഈ തലയണ് ആമേൻ കല്ലായി വെച്ച് ഞാൻ ഉറങ്ങി. സ്തോത്രം. അന്ന് രാത്രി യാക്കോബ് ഒരു ദർശനം കണ്ടു, ഒരു സ്വപ്നം കണ്ടു. നമുക്കറിയാവുന്ന കാര്യമാണ്. സ്വർഗത്തോളം എത്തുന്നൊരു കോവണി. ആമേൻ. അതിന്റെ സൈഡിൽ കൂടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുകയാണ്. ആ കോവണിയുടെ മുകളിൽ സ്വർഗം തുറന്നിരിക്കുന്നു. സ്വർഗത്തിൽ ദൈവം നിന്ന് അരുളി ചെയ്യുന്നു, യാക്കോബേ, നീ കിടക്കുന്ന ഭൂമി ഞാൻ നിന്റെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്തതാണ്. ഞാൻ നിനക്ക് അത് അവകാശമായി തരും. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഈ 132-ാം സങ്കീർത്തനം 1 മുതൽ 4 വരെയുള്ള വാക്യത്തിൽ ദാവീദിന്റെ നേർച്ചയാണ് കാണുവാൻ കഴിയുന്നത്. അതിന്റെ ആകത്തുക പറഞ്ഞാൽ, ദൈവമേ, നിനക്കൊരാലയം കണ്ടെത്തും വരെ, നിനക്കൊരു വിശ്രാമ സ്ഥലം കണ്ടെത്തും വരെ ഞാൻ ഒരു സുഖം അനുഭവിക്കുകയില്ല എന്നത്രേ അവൻ പറയുന്നത്. ആ നേർച്ച ദൈവം മാനിച്ചു. ആ തീരുമാനം ദൈവം കൈക്കൊണ്ടു. തന്റെ മകനായ ശലോമോനിലൂടെ ദൈവം ഒരു വിശ്രാമ സ്ഥലം കണ്ടെത്തുകയാണ്. യോനയുടെ പുസ്തകം 2-ാം അധ്യായം തിമിംഗലത്തിന്റെ കടലാനയുടെ വയറ്റിൽ കിടന്നപ്പോൾ യോന ഒരു തീരുമാനമെടുക്കുകയാണ്. അല്ല, യോന ദൈവത്തോടൊരു നേർച്ച നേരുകയാണ്. അവിടെ പറയുന്നു, ദൈവമേ, ഞാൻ നേർന്നിരിക്കുന്നത് ഞാൻ കഴിച്ചുകൊള്ളാമെന്ന്. അതുകൊണ്ട് ആ കടലാനയുടെ വയറ്റിൽ നിന്ന് സുരക്ഷിതമായ കരങ്ങളിൽ ദൈവം വഹിച്ച് ഒരു കേടുപാടും ഉണ്ടാകാതെ ദൈവം വിടുവിച്ച് തന്നെ നിനവേ പട്ടണത്തിൽ കൊണ്ടുവന്ന് പ്രസംഗിപ്പാൻ തയ്യാറായി. ആമേൻ. അതാണോ കാരണമെന്ന് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം, അവൻ നേർന്നു. ദൈവം അവന്റെ പ്രാർത്ഥന കൈക്കൊള്ളുകയാണ്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 18-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, കെങ്കരയിൽ വെച്ച് അപ്പോസ്തലനായ പൗലോസ് ഒരു നേർച്ച നേർന്ന് മുടി കത്രിച്ച് കളഞ്ഞതായി അവിടെ വായിക്കുന്നുണ്ട്. ഒരു പക്ഷേ പൗലോസ് ഏതോ ഒരു വിഷയത്തിന് വേണ്ടി, ഏതോ ഒരു കാര്യത്തിന് വേണ്ടി ഒരു സ്തോത്രം നാസിർ വ്രതം എടുത്തതായിരിക്കാം. അത് പൂർത്തീകരിച്ചതിന് ഭാഗമായിട്ടായിരിക്കാം തൻ്റെ തലമുടി താൻ കത്രിച്ച് കളയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പൗലോസ് പുതിയ നിയമത്തിൽ പ്രവർത്തികളുടെ പുസ്തകത്തിൽ 18-ൽ ആമേൻ ഒരു നേർച്ച നേർന്നു എങ്കിൽ, ഒരു ഉടമ്പടി ദൈവത്തോട് ചെയ്തെങ്കിൽ, പ്രത്യേകമായ ദൈവത്തോടൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നെങ്കിൽ നിങ്ങൾക്കും ചെയ്യുവാൻ കഴിയും, എനിക്കും ചെയ്യുവാൻ കഴിയും. ഒരു ഉടമ്പടി പുതുക്കാം, ഒരു നേർച്ച നേരാം, ദൈവവുമായിട്ട് ഒരു തീരുമാനത്തിലേക്ക്, ഒരു സഖ്യതയിലേക്ക് നമുക്ക് കടന്നു വരാം. ന്യായാധിപന്മാരുടെ പുസ്തകം 21-ാം അധ്യായം 5-6 വാക്യം പഠിക്കുമ്പോൾ ഇസ്രായേൽ മക്കളുടെ നേർച്ചയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഒരു ശപഥം എന്ന് തന്നെ നമുക്ക് പറയാം. സ്വർഗത്തിലെ ദൈവം ഏതായാലും ആ തീരുമാനത്തെ മാനിക്കുകയാണ്. ആമേൻ. ഹന്നയുടെ നേർച്ചയെ കേട്ട ദൈവം, ദാവീദിന്റെ നേർച്ചയെ കേട്ട ദൈവം, യാക്കോബിന്റെ നേർച്ചയെ കേട്ട ദൈവം, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. പൗലോസിന്റെ നേർച്ചയെ കേട്ട ദൈവം, ആമേൻ സ്തോത്രം. യോനയുടെ നേർച്ചയെ കേട്ട, ഇസ്രായേൽ മക്കളുടെ നേർച്ചയെ കേട്ട ദൈവം നമ്മുടെ നേർച്ചയും കേൾക്കുന്ന ദൈവമാണ്. ഒടുവിലായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇവിടെ പര്യവസാനിപ്പിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിലാണ് അവിടെ ഇഫ്താഹ് ദൈവസന്നിധിയിൽ ഒരു നേർച്ച നേരുകയാണ്. ദൈവമേ, ഞാൻ അമ്മോന്യരോട് യുദ്ധം ചെയ്യാൻ പോവുകയാണ്. എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല, ഈ യുദ്ധത്തിൽ ജയിക്കാമെന്ന് എനിക്ക് വലിയ കോൺഫിഡൻസ് ഒന്നുമില്ല. ഞാൻ ചാകുന്നെങ്കിൽ ചത്തോട്ടെ എന്നോർത്ത് എൻ്റെ സഹോദരന്മാർ എന്നെ തള്ളി ഉന്തിവിട്ടതാണ്. പക്ഷേ ദൈവമേ, ഞാനൊരു ഉടമ്പടി എടുക്കുന്നൊരു തീരുമാനമെടുക്കുന്ന ഒരു നേർച്ച നേരുന്നു. ഈ യുദ്ധത്തിൽ ആമേൻ അമ്മോന്യരുടെ മേൽ നീ എനിക്ക് ജയം തരുമെങ്കിൽ ഞാൻ യുദ്ധം കഴിഞ്ഞ് സമാധാനത്തോടെ, ആയുസ്സോടെ, ആരോഗ്യത്തോടെ മടങ്ങി വരുമ്പോൾ എന്നെ ആരാണോ എൻ്റെ വീട്ടു പടിവാതുക്കൽ ആദ്യം എതിരേറ്റു വരുന്നത്, ആ ആളിനെ ആയാലും മൃഗത്തെ ആയാലും ഞാൻ ദൈവത്തിന് വേണ്ടി യാഗം കഴിച്ചു കൊള്ളാം. നാം ഇതുവരെ ചിന്തിച്ചെന്താണ്? നേർച്ചകൾ കേൾക്കുന്ന, ഉടമ്പടി കേൾക്കുന്ന ദൈവമല്ലേ? ഇഫ്താഹിന്റെ നേർച്ച ദൈവം കേട്ടു, യുദ്ധം ജയിച്ചു. പക്ഷെ സമാധാനത്തോടെ
കടന്നു വന്നപ്പോൾ തൻ്റെ ഏക മകൾ ആമേൻ, അവനല്ലാതെ അവന് മകനില്ല, മകളുമില്ല. തപ്പോടും ആമേൻ നൃത്തത്തോടും കൂടെ എതിരേറ്റു വരികയാണ്. അപ്പൻ വാവിട്ട് നിലവിളിച്ചു പറയുകയാണ്, മകളെ നീ എൻ്റെ തലയെ കുനിച്ചു പോയി, പക്ഷേ ഞാൻ ദൈവത്തോട് നേർന്നു പോയി, എനിക്കെനി പിന്മാറിക്കൂടാ. ഇഫ്താഹ് ആ നേർച്ച കഴിച്ചതായി. ആമേൻ, എത്ര ദുഃഖപര്യവസായ ആമേൻ, എത്ര ആമേൻ ഉള്ള ഒരു കഥയാണ്, ഒരു സംഭവമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവദാസന്മാർ, ദൈവമക്കൾ നേരുകയും നേർന്നത് നിവർത്തിക്കുകയും ചെയ്തു. നമുക്കൊരു നേർച്ച നേരാം. അഥവാ ആമൻ കോഴിക്കുഞ്ഞിനെ കൊടുക്കാമെന്നല്ല, അല്ലെങ്കിൽ സ്തോത്രം ഞാൻ ചെരുപ്പിടാതെ നടന്നോളാമെന്നല്ല, ഞാൻ മുടി വെട്ടാതെ നടന്നോളാമെന്നല്ല, മറ്റൊന്നുമല്ല നാം നേരുന്നത്. ദൈവമേ, അവിടുന്ന് എൻ്റെ ഇന്ന വിഷയം നടത്തി തരികയാണെങ്കിൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ വിവാഹമാകട്ടെ, എൻ്റെ സഭയാകട്ടെ, എൻ്റെ വ്യക്തിപരമായ ജീവിതമാകട്ടെ, എൻ്റെ കടഭാരമാകട്ടെ, സ്തോത്രം. അല്ലെങ്കിൽ ദൈവം ഇനി എനിക്കൊരു വാഹനം തന്നാൽ അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി, എനിക്ക് ആയുസ് തന്നാൽ, ആരോഗ്യം തന്നാൽ, ഈ രോഗത്തിൽ സൗഖ്യം തന്നാൽ ഞാൻ അനേകരോട് പോയി സുവിശേഷം പറഞ്ഞുകൊള്ളാം, കർത്താവിന്റെ നാമമഹത്വത്തിനോട് ജീവിച്ചോളാം എന്നുള്ള തീരുമാനമെടുക്കുന്ന, ഉടമ്പടി എടുക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഞാൻ നിശ്ചയം പറയുന്നു, അവരുടെ പ്രാർത്ഥനയ്ക്ക് 2024 ദൈവം മറുപടി തരുവാനിടയായി തീരും. ഒരുമിച്ച് പ്രത്യാശയോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുന്ന് നേർച്ച കൈക്കൊള്ളുന്ന, ഉടമ്പടി കൈക്കൊള്ളുന്ന ദൈവമാണെന്ന് ഞങ്ങൾ കേട്ടു. ഈ ദിവസങ്ങളിൽ വചനം കേട്ടവർ പുതിയ തീരുമാനത്തോടെ, പുതിയ സമർപ്പണത്തോടെ, പുതിയ പ്രതിഷ്ഠയോടെ ദൈവസന്നിധിയിൽ അടുത്തു വന്ന് ദൈവനാമത്തിന് വേണ്ടി പ്രയോജനമുള്ളവരായി തീരുവാൻ എല്ലാവരെയും സഹായിക്കണം. വചനം കേട്ടവരെ ഞാൻ അതിനുവേണ്ടി ബ്ലസ് ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുക്രിസ്തുവിൻ വിലപ്പെട്ട നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ ദൈവവചനം കേൾക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ കഴിയും, ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം, അപ്പോൾ തന്നെ കമന്റ് ചെയ്യാം. എന്തെങ്കിലും ഒരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ തീർച്ചയായും മടികൂടാതെ ഏതു സമയത്തും വിളിക്കാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ദൈവം പ്രാർത്ഥന കേൾക്കും. നമ്മുടെ ദൈവം അത്ഭുതങ്ങൾ ദൈവം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.